ഇതാണ് കുഴപ്പം. ഒന്നിനും എനിക്ക് വശമില്ല, അത് ശീലമില്ല, എനിക്കറിയില്ല, മണ്ടി എന്നൊക്കെ വിളിച്ച് കേട്ട്. അതൊക്കെ അന്നൊക്കെ ഞാൻ ഒരു തമാശ രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പാണ് എനിക്ക് മനസ്സിലായത് അത് തമാശയല്ല. ആഹാ, ഇതുവർക്ക് മോള് പോകാൻ റെഡിയായില്ലേ? ആ, റെഡിയായി. ഇന്നൊരു ഇച്ചിരി താമസിച്ചു പോയി എണീറ്റതേ. അപ്പോൾ ഞാൻ അടുക്കളയിലെ പണിയെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇച്ചിരി ലൈറ്റായിപ്പോയി. സാരമില്ല, ഇപ്പം കഴിയും. ആ, മോളെന്തിനാ ഈ അടുക്കളയിലെ ജോലിയും കൂടെ ചെയ്യുന്നത്? എനിക്ക് നിൻ്റെ കാര്യം നോക്കി രാവിലെ അങ്ങ് പോയാൽ പോരെ. ഞാനും നിൻ്റെ അനിയത്തിയും കൂടെ അങ്ങ് ചെയ്യത്തില്ലേ അടുക്കള പണിയെല്ലാം കൂടെ. നീ ഇവിടുത്തെ ജോലിയും കഴിഞ്ഞ് അവിടെയും പോയ ജോലി, എന്തിനാ അതിനൊക്കെ ബുദ്ധിമുട്ടുന്നത്? അതുമല്ല നിൻ്റെ അനിയത്തിക്ക് എങ്ങും പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവൾക്ക് പ്രത്യേകിച്ച് പുറത്ത് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവളങ്ങ് ചെയ്തോളും. പിന്നെ സഹായിക്കാൻ ഞാനും ഉണ്ടല്ലോ, ഞാനും ചെയ്തോളാം. ഇത് വെപ്രാളത്തിൽ എണീറ്റ് ജോലി ചെയ്ത് താമസിക്കുമ്പോൾ അവിടുത്തെ സാറന്മാർ വല്ലതൊക്കെ പറയത്തില്ലേ മോളെ? ആര്? അവളോ? അവൾക്ക് ഈ അടുക്കളപ്പണിയൊന്നും അത്ര വശമൊന്നുമില്ല. വീട്ടിൽ ഞാനും ഉമ്മയും തന്നെയാണ് ചെയ്യുന്നത്. ജോലിക്ക് പോകുന്ന സമയത്ത് ഞാനും അടക്കം ഒതുക്കി വെച്ചിട്ടേ പോകാറുള്ളൂ. അവൾ ഞങ്ങളുടെ വീട്ടിൽ അരിമക്കുട്ടിയല്ലേ. അവളതോടൊന്നും ജോലി ചെയ്യാനുള്ളൊന്നുമില്ല. പഠിക്കാൻ തന്നെ അവൾക്ക് ഏറ്റവും മടിയാണ്. പഠിയും. പിന്നെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ അവൾ എൻ്റെ ഒപ്പം കയറി അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് അവളെല്ലാം കൂടെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? സാരമില്ല, അതൊക്കെ ഞാനും അവളും കൂടെ നോക്കിക്കോളും. ഉമ്മ ആ കാര്യത്തിൽ വിഷമിക്കുകയൊന്നും വേണ്ട. പിന്നെ എൻ്റെയും അവിടെയും തീരുമാനമാണ് ഉമ്മയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കരുതെന്ന്. അതുകൊണ്ട് ഉമ്മ ഇക്കാര്യത്തിലൊന്നും പേടിക്കാൻ വേണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ട് നോക്കിക്കോളാം. എന്നാൽ ശരിയെന്നാ, ഞാൻ പോയിച്ചു തരാം. ശരി, പോയിട്ട് വാ. ഓ, ഇവക്ക് അങ്ങോട്ട് ഏറ്റിട്ടില്ല. ഇനി അവള് തന്നെ ശരണം. ഇനി അവളെ ഒന്ന് പിഴിയേറ്റി നോക്കാം. ഇവളെന്തായാലും നടക്കത്തില്ല. കുടുംബസ്നേഹിയല്ലേ, അനിയത്തിയോടുത്ത് സ്നേഹം മൂത്തേക്കും. എന്തായാലും രണ്ടുപേരെ തെറ്റിച്ചിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. അല്ലാതെ എനിക്കിവിടെ സമ്മതമായിട്ട് കിടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ പുറത്താവും. ആ, കഴിഞ്ഞില്ലേ മോളെ പണി? രാവിലെ തുടങ്ങിയതാണല്ലോ നിൻ്റെ ഈ കഷ്ടപ്പാട്. ഇനി ജോലിയൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഉമ്മയും കൂടെ സഹായിക്കാം. അയ്യോ വേണ്ട, കഴിഞ്ഞു. ദേ ഇവിടെ നിന്നും കൂടെ ഒന്ന് ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ പണിയെല്ലാം കഴിഞ്ഞു. ശരി. അല്ല മോളെ, മോക്ക് ഇതേപോലെ നിൻ്റെ ചേട്ടത്തി പോകുന്നത് പോലെ ഇങ്ങനെ ജോലിക്ക് പോകാനും ഒന്നും ആഗ്രഹമില്ലേ? നീ എന്താ പഠിക്കാഞ്ഞത്? പഠിച്ചായിരുന്നെങ്കിൽ മോക്ക് ഇതേപോലെയൊക്കെ ജോലിക്ക് പോകാമായിരുന്നല്ലോ. അങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഇല്ലേ എനിക്ക്? അല്ല, പണ്ടേ എനിക്ക് പഠിക്കാനൊക്കെ മടിയാണ്. പഠിക്കാൻ അങ്ങോട്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ എനിക്ക് വിശക്കും, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും. കഷ്ടപ്പെട്ടൊന്ന് പഠിച്ചെടുക്കാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടാണ്. വല്ലച്ചാലും ഒക്കെ 10ാം ക്ലാസ്സൊക്കെ ഒന്ന് പാസ്സായി. പിന്നെ അവളങ്ങനല്ല കേട്ടോ എൻ്റെ ചേട്ടത്തി. അവൾ പഠിക്കാനൊക്കെ നല്ല കഴിവാണ്, മിടുക്കിയാണ് അവൾ. എനിക്കതൊക്കെ മെനക്കെട്ട് പഠിക്കാനും ഒക്കെ താല്പര്യമേ ഇല്ല. എനിക്ക് ചുമ്മാ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കാണ് കൂടുതൽ ഇഷ്ടമൊക്കെ. പിന്നെ എന്താണോ അവൾ അങ്ങനെ പറഞ്ഞത്? എനിക്കൊന്നിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ആരെന്ത് പറഞ്ഞു? ഒന്നുമില്ല. ഞാൻ എന്തൊക്കെ ആലോചിച്ച് പോയതാ. അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് മോക്ക് വിഷമാവും. ഒന്നുമില്ലടാ, ഒന്നുമില്ല. ആരാണെങ്കിലും ഉമ്മ പറഞ്ഞോ? ആരാ പറഞ്ഞേ? വേറൊന്നുമല്ല. ഇന്ന് അവൾ ഓഫീസിൽ പോകാനൊന്ന് വൈകിയല്ലോ. അപ്പം ഞാൻ ഈ ചോദിച്ചെന്തിനാ ഈ വെപ്രാളപ്പെട്ട് മോളിങ്ങനെ ആവുന്നത്? നേരത്തെ ശിവപുറക്ക് എണീറ്റൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറയുക, ഇവിടുത്തെ ജോലികളെല്ലാം തീർത്തിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ജോലി നോക്കണം, പുറത്തെ ജോലി നോക്കണം, ആകപ്പാട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനപ്പോൾ പറഞ്ഞു നീ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. മോള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒതുക്കി കൊടുത്താൽ മതി, ബാക്കി അവളൊക്കെ ചെയ്യും, മോള് ചെയ്യുമല്ലോ, നിങ്ങൾ രണ്ടുപേരോടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവൾ പറയുക, അവളെ ഏൽപ്പിച്ചാലും മതി, അവൾ പഠിക്കാനും മണ്ടിയാ, അടുക്കളപ്പണി നോക്കാനും മണ്ടിയാ, ഇത് നിങ്ങൾക്ക് പിന്നെ വായിക്ക് രുചിയായിട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അതൊക്കെ കൊണ്ടാന്ന് പറഞ്ഞു. എല്ലാത്തിനും അവിടെ കൈ തന്നെ വേണം, വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ എന്നാ പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി. അങ്ങനെ അങ്ങ് താഴ്ത്തി കെട്ടാവോ? ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ആ കണക്കിലേ എടുക്കൂ. പക്ഷേ മറ്റുള്ളവർക്കൊക്കെ ഇവള് എന്തൊക്കെയാ മോളെ പറ്റി പറയുന്നതെന്ന് ആർക്കറിയാം. അതുകൊണ്ട് പറഞ്ഞതാ, നിന്നെ എല്ലാ കാര്യത്തിലും
തഴഞ്ഞിട്ടിരിക്കുവാന്നല്ലോ എന്ന് ഓർത്തപ്പോൾ എന്താ ചെറിയൊരു സങ്കടം. പഠിക്കാനോ മണ്ടി, പിന്നെ ഒരു വീടും കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിക്കാനൊന്നും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഉമ്മാക്ക് സങ്കടം വന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞത്, അവളെന്താ ഇങ്ങനെ പറഞ്ഞേന്ന്. ഇവിടെ എന്തായാലും തീ കൊളുത്തിയിട്ടുണ്ട്. അല്ല മോളെ, നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞതിനെ കുറിച്ചാണോ? അവളെന്തോ തിരക്കി പറഞ്ഞതാ, മോളത് കാര്യമാക്കൊന്നും വേണ്ട. എന്നാ മോളെ ജോലി അടക്കട്ടെ. അമ്മ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഓടി വന്ന് നിന്റെ അടുത്ത് കാര്യം പറഞ്ഞത്. മോള് വിഷമിക്കണ്ട, മോളുടെ കൂടെ ഈ ഉമ്മ തന്നെ ഉണ്ട്. പിന്നെ ഈ മനുഷ്യന്മാർ, അതാരെന്ന് പറഞ്ഞാലും എല്ലാ മനുഷ്യന്മാർക്കും ഒരു മുഖമുണ്ട്, നമ്മൾ കാണാത്തൊരു മുഖമുണ്ട്. അതിൻ്റെ സമയം വരുമ്പോൾ അതൊക്കെ അവരങ്ങ് എടുക്കും. അപ്പോൾ പിന്നെ നമ്മളത് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് കണ്ടു അറിഞ്ഞൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് ഒട്ടും നമുക്ക് വിഷമമുണ്ടാകത്തില്ല. അതൊക്കെയാണ് മനുഷ്യന്മാർ. ഈ നമ്മൾ ഈ കാണുന്ന മുഖമല്ല അവർക്ക്. ആ, ശരി എന്നാൽ മോളെ ജോലി കിടക്കട്ടെ. ആഹാ, നീ ഇത് നേരത്തെ എണീറ്റോ? എന്നിട്ടെന്താ എന്നെ കൂടെ ഒന്ന് വിളിക്കാൻ? എണീറ്റു. മീനൊക്കെ എടുത്തായിരുന്നാ ഫ്രിഡ്ജിൽ നിന്ന്? വെള്ളത്തിലിട്ടാ മീനൊക്കെ അങ്ങോട്ട് വെട്ടായിരുന്നു? ഇല്ല, രാവിലത്തെ എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയിട്ട് എടുത്ത് മീൻ വെള്ളത്തിലിടാന്ന് വിചാരിച്ചു. കൊള്ളാം. എടി, നിൻ്റെ അടുത്ത് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ആദ്യം എണീറ്റ് വരുമ്പോഴത്തേക്ക് മീനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ രാവിലെ അത് വെള്ളത്തിലിട്ടിടണം. എന്നിട്ട് ബാക്കി ജോലികൾ ഒതുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ആ മീനിൻ്റെ ഐസ് വിട്ട് കഴിയുമ്പോൾ അതും കറി വെക്കാം. ഇങ്ങനെയൊക്കെയല്ലേ ബുദ്ധിപരമായിട്ട് ചെയ്യുന്നത്. ഒന്നിനൊരു ബുദ്ധിയില്ലാത്ത രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. അതെ, അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. പക്ഷെ എന്നോട് കൽപ്പിക്കരുത്. ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റിട്ട് രാവിലത്തേക്കുള്ള ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഉച്ചക്കലത്തേക്കുള്ള ചോറ് വേണ്ട വേവുന്നുണ്ട്. തോരന്, കറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മീൻ കറി മാത്രമേ ഉള്ളൂ ഇനി വെക്കാനായിട്ട്. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ബാക്കിയോടെ എനിക്ക് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ആരും ഒന്നും കൽപ്പിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്താണൊരു പുതിയ ശീലം? അങ്ങനെ ഒറ്റയ്ക്ക് നീ ഈ അടുക്കള ഭരണമൊക്കെ ഏറ്റെടുക്കാറൊക്കെ ആയോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ രണ്ടുപേരോട് ഒന്നിച്ച് ചെയ്യും. അല്ല, നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വേണ്ട, അടുക്കളയിലെ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊണ്ടേ. പഠിക്കാനോ ഞാൻ മണ്ടി, എനിക്ക് ജോലിയും ഇല്ല. അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെങ്കിലും ഞാൻ നോക്കണ്ടേ? എന്നെ ഒട്ടും ഒന്നിനും കൊള്ളാത്തവളെന്നുള്ള പേരെന്തിനാ മുദ്ര കുത്തുന്നത്? അതുകൊണ്ട് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളും ഇനി മുതൽ. ഇയാൾ ഓഫീസിൽ പോലുള്ള കാര്യങ്ങൾ നോക്കും. ഇയാൾക്ക് അവിടെ മിടുക്കാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ മിടുക്കെങ്കിലും കാണിച്ചൂടെ? അതുകൊണ്ട് അടുക്കളയിലെ കാര്യങ്ങളൊന്നും താൻ തലയിടണ്ട. എടി പോളെ, നിനക്ക് ഒറ്റയ്ക്ക് നിന്നെക്കൊണ്ട് പറ്റത്തില്ല. രാവിലത്തെ ഉച്ചയ്ക്കലത്തെ ഇത്രയും പേർക്ക് ഉണ്ടാക്കണ്ടേ? അത് നിന്നെക്കൊണ്ട് പറ്റുമോ? അതിപ്പോൾ എനിക്ക് ഓഫീസിൽ പോകുന്ന സമയമാകുമ്പോൾ നീ എൻ്റെ കൂടെ സഹായിക്കുമ്പോൾ എല്ലാം നമ്മൾ ഒരുവിധ ജോലി തുടങ്ങും. പിന്നെ നിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ തുണി വിരിച്ചിടാൻ, മുറ്റം തൂക്കാൻ മാത്രമേ ജോലിയല്ലേ ഉള്ളൂ. 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ജോലിയെല്ലാം കഴിയിട്ടില്ലേ? അത് നീ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നത് എന്തിനാ? നിന്നെ കൊണ്ട് പറ്റത്തില്ല, അതെനിക്ക് വശവുമില്ല. നീ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമല്ലേ ഈ അടുക്കളോട്ട് കയറുക തന്നെ. നമ്മുടെ വീട്ടിൽ വെച്ചാണ് കയറുമോ? അതുകൊണ്ട് വശമില്ലാത്ത പണിയൊന്നും ചെയ്യണ്ട. നമ്മൾ രണ്ടുപേരോട് ഒന്നിച്ചിരുന്ന് ചെയ്യും. നമ്മളെടുത്ത തീരുമാനം അതാണല്ലോ. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട. മാറിയിട്ടോ നീ. ഇതാണ് കുഴപ്പം. ഒന്നിനും എനിക്ക് വശമില്ല, അത് ശീലമില്ല, എനിക്കറിയില്ല, മണ്ടി എന്നൊക്കെ വിളിച്ച് കേട്ട്. അതൊക്കെ അന്നൊക്കെ ഞാൻ ഒരു തമാശ രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പാണ് എനിക്ക് മനസ്സിലായത് അത് തമാശയല്ലെന്ന്. അതുകൊണ്ട് തർക്കിക്കാനൊന്നും ഞാനില്ല. എനിക്ക് പഠിക്കാനോ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ എനിക്കൊന്നുമില്ല. ഈ അടുക്കളയിലെങ്കിലും ഞാനൊന്ന് ജയിച്ചോട്ടെ. ഇവിടുത്തെ ആൾക്കാരുടെ മുന്നിലെങ്കിലും എനിക്കൊരു തലയുയർത്തി നിൽക്കാനുള്ള ഒരു അവസരം എന്താ? എനിക്ക് തന്നോട് തർക്കിക്കാനുള്ള സമയമൊന്നുമില്ല.
എനിക്ക് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം. മീൻകറിയൊക്കെ വെച്ചിട്ട് എന്നെ വിളിക്കാം. ഇയാൾ പോയി കുളിക്കോ നനയ്ക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ടേബിളിൻ്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും. കേട്ടല്ലോ? ശരി, ഞാനിനൊന്നും തർക്കിക്കാൻ വരുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇവക്കതെന്ത് പറ്റി പെട്ടെന്നൊരു മാറ്റം? എന്താണാവോ? നീ എന്താ മോളെ ഇവിടെ നിന്ന് ആലോചിക്കുന്നത്? ഞാൻ കേട്ടു നീ നിൻ്റെ അനിയത്തിയോടുള്ള സംഭാഷണങ്ങളൊക്കെ. അതല്ലെങ്കിലും 2 ദിവസമായിട്ട് നിൻ്റെ അനിയത്തിയുടെ ഇങ്ങനത്തെ സ്വഭാവമാണ്. ഓരോരുത്തരുടെ മാറ്റങ്ങളെ. കല്യാണം കഴിഞ്ഞപ്പോൾ സഹോദരി സ്നേഹമൊക്കെ പോയി. എന്നോട് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കാറ്. ഇതൊക്കെ എന്തൊക്കെയായി തീരുമോ എന്തോ. അപ്പം ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്തായാലും പോഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ആളി കത്തിക്കോളൂ.